യെസ്, വെൽക്കം ബാക്ക് ടു സാലഡ് ലേണിംഗ്. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. എന്റെ മക്കൾക്ക് SB മിസ് എന്ന് വിളിക്കാം. ഓക്കെ, SB എന്നാണ് മിസ്സിന്റെ പേര് കേട്ടോ. അപ്പൊ എന്റെ മക്കൾക്ക് എല്ലാവർക്കും അങ്ങനെ വിളിക്കാം. അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കലാപരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വെക്കേഷൻ സമയമാണ്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അതിൻ്റെ ഒപ്പം ഒരു കുട്ടിക്കാര്യം കൂടെ പറഞ്ഞെന്നാലോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞെന്നാലോ. നോക്കാം. ഹൗ ടു ഇംപ്രൂവ് യുവർ വൊക്കാബുലറി. എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാം. എന്തായാലും ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സമയമുണ്ട്. 2 മാസം സമയം വെറുതെ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കൂടെ കിട്ടിയാൽ നല്ലതല്ലടാ. അപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ പിന്നെ അതിന്റെ തിരക്കായി, ഹോംവർക്കായി, അതായി ഇതായി പറഞ്ഞ തിരക്കായിരിക്കും. അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാണ്. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ പറയുന്നത് നന്നായിട്ട് ബുക്കുകൾ വായിക്കാം. എത്ര പേർക്ക് ഇഷ്ടമുണ്ട് ബുക്കുകൾ വായിക്കാൻ? കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവും, ചിലർക്ക് അതൊന്നും വലിയ താല്പര്യം ഇല്ലാത്തവരുണ്ടായിരിക്കും. എങ്കിൽ പോലും നിങ്ങൾ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഇഷ്ടമുള്ള കുഞ്ഞു സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ ഒരു ബാലരമ ആയിക്കോട്ടെ, കളിക്കുടുക്ക ആയിക്കോട്ടെ, അതും ഒരു ബുക്ക് തന്നെയാണ് അല്ലേ. അത് നിങ്ങൾക്ക് വായിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്സുകളായിട്ടുള്ള വേറെ സാധനങ്ങൾ, പുസ്തകങ്ങളായിട്ട് കിട്ടുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്, അത് വായിക്കാം. അപ്പോൾ റീഡിങ് എത്ര വായിച്ചോ അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സാഹിത്യം ഇൻക്രീസ് ചെയ്യാൻ പറ്റും, അങ്ങനെ അടിപൊളിയാവാൻ പറ്റും. അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഏത് ലാംഗ്വേജും വായിക്കാം. ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മലയാളം ആയിക്കോട്ടെ, ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം അതിലുള്ള ബുക്സുകൾ നിങ്ങൾ ലൈബ്രറിയിൽ പോയി വേണമെങ്കിൽ കളക്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് എങ്ങനെയോ ആയിക്കോട്ടെ കുറച്ച് ബുക്സ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം. അപ്പൊ നോവലുകള്, ഇപ്പൊ നമ്മള് മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിൽ തന്നെയുണ്ട് ഒരുപാട് സെക്ഷൻസ്. നോവലുകളുണ്ട്. നിങ്ങൾ പല നോവലുകളും ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. മിസ്സിനേക്കാൾ ചിലപ്പോൾ വായിക്കുന്ന മക്കളുണ്ടായിരിക്കാം. മിസ് നിങ്ങളുടെ പ്രായത്തിലൊക്കെ നന്നായിട്ട് വായിക്കുമായിരുന്നു. മിസ് ഒരുപാട് ബുക്സുകൾ ഇന്ന് വായിച്ചിട്ടുണ്ട്. നമ്മുടെ ബഷീറിന്റെ പാത്തുമ്മയുടെ ആടൊക്കെ നല്ല ബുക്കാടാ. ആൻഡ് ഉമ്മാച്ചു, റൂബിന്റെ ഉമ്മാച്ചു, ഒരു ദേശത്തിന്റെ കഥ, SK പൊറ്റക്കാടിന്റെ, ഇത് മാത്രമല്ല ഇഷ്ടം പോലെ നോവലുകള്. ഇപ്പൊ അടുത്തിറങ്ങിയ ഇത് പറയുകയാണെങ്കിൽ ഇപ്പോ റാംകോ ആനന്ദി, അങ്ങനെ എന്തോരം ഉണ്ട് അല്ലേ ബുക്സുകൾ. അപ്പൊ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ബുക്സുകൾ അപ്പൊ അങ്ങനെ എല്ലാം നിങ്ങൾ കളക്ട് ചെയ്തിട്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അടുത്ത പരിപാടി പറയുന്നത് ഇത് തന്നെ പോയംസ് ഉണ്ടായിരിക്കും. കവിതകള്, പല കുട്ടിക്കവിതകളിലെ കുഞ്ഞുണ്ണി മാഷിന്റെ പല കവിതകളിൽ കേട്ടിട്ടില്ലേ? വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചു വളർന്നാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറയുന്നില്ലേ? അതൊക്കെ പോലെ കുട്ടിയായിട്ടുള്ള ഒരുപാട് കവിതകൾ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഇംഗ്ലീഷ് പൂച്ച, പിന്നെ ചങ്ങമൊഴിയുടെ വാഴക്കുല എന്ന് പറയുന്ന കുറെ ഒരു കുട്ടി ബുക്കാ, ചെറുതാണ്, അത്ര കട്ടിയില്ലാത്ത കുഞ്ഞു ബുക്കാണ്. അങ്ങനെ ഒരുപാടുണ്ട്. തിരഞ്ഞെടുത്ത കവിത, അങ്ങനെ ഇഷ്ടം പോലെ പോയംസ് ഉണ്ട്. രാത്രി മഴ പറഞ്ഞ സുഗതകുമാരിയുടെ രാത്രി മഴ ചുമ്മാതെ കേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് പോയംസ് ഉണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഏത് വേണേലും നിങ്ങൾക്ക് വായിക്കാം. ഞാൻ ജസ്റ്റ് മലയാളത്തിന്റെ വെച്ചൂന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് വായിക്കാൻ പറ്റിയ പുസ്തകങ്ങൾ പറഞ്ഞിട്ട് ആത്മകഥകളാണ്. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നൊക്കെ പറയുന്ന ഈ പറയുന്ന ബുക്കൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബുക്കുകളാണ്. അപ്പൊ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ APJ അബ്ദുൽ കലാം സാറിന്റെ അഗ്നിച്ചിറകുകൾ അല്ലെ, വിങ്സ് ഓഫ് ഫയർ എന്ന ബുക്ക് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ തരും, മോട്ടിവേഷൻ തരും. അതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടും പറ്റും. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, പോയംസും കഥകളും ഷോർട്ട് ആയിട്ടുള്ള കഥകൾ ഉണ്ടായിരിക്കും, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ടായിരിക്കും. അതെന്റെ മക്കൾക്ക് വായിക്കാം. അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്തിട്ട് മാക്സിമം ഈ ഒരു 2 മാസം അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സയൻസ് ഇഷ്ടമുള്ള മക്കളാ വിചാരിച്ചോളൂ. സാഹിത്യം മാത്രമല്ല മിസ്സേ, കുറച്ച് സയൻസും കൂടെ, എനിക്ക് സയന്റിസ്റ്റ് ആവണം അല്ലെങ്കിൽ സയൻസ് ഒക്കെയാണ് പഠിക്കാൻ താല്പര്യം, ഫിക്ഷൻസിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള താല്പര്യം എന്നൊക്കെ പറയുന്നവരാണെങ്കിൽ അങ്ങനത്തെ ബുക്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് വായിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ബുക്കുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ ഏതാ നിങ്ങൾക്ക് കണക്റ്റീവായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തോന്നുന്നത്, അത് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, വായിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ റീഡിങ് സ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കഴിവുകൾ തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എഴുതുന്ന സ്റ്റൈലിൽ വരെ മാറ്റങ്ങൾ വരും. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആവും. നിങ്ങൾ ഇപ്പൊ കുഞ്ഞായിട്ട് എഴുതുന്ന സാധനം കുറച്ചും കൂടെ അടിപൊളിയായിട്ട് സാഹിത്യപരമായിട്ട് കവിതകളും കഥകളൊക്കെ എഴുതുന്ന ഒരുപാട് മക്കളില്ലേ, കോമ്പറ്റീഷൻസ് ഇല്ലേ സ്കൂളിൽ, അതിനൊക്കെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും നിങ്ങൾക്ക് ഞാനൊരു ചാലഞ്ച് തരാം. 2 മാസം കൊണ്ട് 5 ബുക്ക് മതി, ഓവർ ഒന്നും ഞാൻ പറയുന്നില്ല. 5 ബുക്ക് വായിക്കാൻ റെഡി ആയിട്ടുള്ളവരെ
യെസ് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. ഓൺലി 5 ബുക്സ് എല്ലാവരും ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നും തൽക്കാലം മിസ്സിന് പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സാധനമാണ് എന്റെ മക്കളെ എക്സ്ട്രാ റീഡ് ചെയ്യുന്നതും ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും വായിക്കുക, വായിച്ച് എന്റെ മക്കൾ വളരെ അടിപൊളിയാവാം കേട്ടോ. ഓക്കെ ബൈ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ബുക്സുകൾ പറയാൻ വേണ്ടി മറക്കരുത്. അതേപോലെ 5 ബുക്കുകൾ വായിക്കുക എന്നുള്ളത് മിസ് നിങ്ങൾക്ക് തരുന്ന ഒരു ചാലഞ്ച് ആണ്. ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം, ചെയ്താൽ മിസ് ഹാപ്പി, നിങ്ങൾ ഹാപ്പി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എത്ര പേര് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്ന. അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ. ബാക്കി കാര്യങ്ങള് കുഞ്ഞു വീഡിയോസ് ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. അപ്പൊ എല്ലാ മക്കളും നമ്മൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആരും മറന്നു പോരുത് കേട്ടോ. അപ്പൊ എല്ലാവരും അവിടെ ഉണ്ടാവുക, അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ. സീ യു ഡിയേഴ്സ്, ബൈ.